നമുക്ക് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കറി പരിപ്പും മുരിങ്ങക്കായും തേങ്ങ അരച്ച് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടത് ഒരു 3 മുരിങ്ങക്കായ, പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് തേങ്ങ വേണം, തേങ്ങ അരച്ച് വെക്കുകയാണ്. കുറച്ച് തേങ്ങ വേണം, അരമുറി തേങ്ങ, ഒരു പച്ചമുളക്, ചെറുജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പരിപ്പും മുരിങ്ങയും വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം, വെളിച്ചെണ്ണ, അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വേവി വെച്ച പരിപ്പാണ്. എനിക്ക് നമ്മുടെ മുരിങ്ങക്കായ, പച്ചമുളക് തീരിടാട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ, വേവാനുള്ള വെള്ളം. നമുക്ക് അത് വേവാനാകുമ്പോൾ നമുക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് നമുക്ക് അരമുറി തേങ്ങ വേണം, വെളുത്തുള്ളി, ചെറുജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കേട്ടോ. നമുക്ക് അരപ്പ് അരച്ചിട്ട് അപ്പോൾ അതാട്ടോ നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായി. നമുക്കിവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മളിവിടെ തിളച്ച് നമുക്ക് ഉപ്പിടാം കേട്ടോ. ഒന്ന് ഇറക്കി കൊടുക്കാം. വേവിച്ചിട്ട് നമ്മുടെ പരിപ്പ്, മുരിങ്ങക്കായി, പച്ചമുളക് അടുപ്പത്ത് വെച്ച് ഉപ്പിട്ടു. അപ്പം അത് വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചെറുജീരകവും തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ അരപ്പുണ്ടല്ലോ, അരപ്പ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിനി വറുത്തിടാൻ വേണ്ടിയിട്ട് സവോള, ചെറുള്ളില്ല, സവോള ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില നമുക്ക് വറുത്തിടാം കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി. നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ സവോള ചെറുതാക്കി അരിഞ്ഞു കേട്ടോ. അതിനൊപ്പം തന്നെ കറിവേപ്പില കേട്ടോ. ഒന്നും കൂടി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങ പരിപ്പ് കറി ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും ഇവിടെ വഴണ്ട് വന്ന് നമുക്ക് പരിപ്പ് മുരിങ്ങ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് കുറുകി വരട്ടെ. മുരിങ്ങ ഇവിടെ റെഡിയായി. നമുക്കൊരു പാത്രത്തിൽ വെച്ചെടുക്കാം. അപ്പോൾ കേട്ടോ നമ്മുടെ പരിപ്പ് മുരിങ്ങ കറി തേങ്ങ അരച്ച കറി ഇവിടെ റെഡിയായി. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാം ചോറിൻ്റെ കൂടെ പിന്നെ നല്ല സൂപ്പർ കറിയാണത്. വേറൊരു കറിയൊന്നും വേണ്ട. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.